സർ, താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ്, അല്ലെങ്കിൽ താലിബാൻ എന്താണ് അടിച്ചു നിരപ്പാക്കുകയാണ് പാകിസ്ഥാന്. അപ്പോൾ അവിടെ ഇരുന്ന് പറയാണ് ഇന്ത്യ ചില വൃത്തികെട്ട കളികളൊക്കെ കളിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. അപ്പോൾ പലയിടത്തു നിന്ന് സംസാരമുണ്ട് ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യയാണ്, എന്നാൽ ഇന്ത്യയൊട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമില്ല. അതിനിടയിലാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നതും. അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ സത്യത്തിൽ ഈ താലിബാന് പിന്നിൽ ഇന്ത്യ തന്നെയാണോ? ഈ താലിബാൻ ശരിക്കും പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമായിരുന്ന, അല്ലെങ്കിൽ കൃത്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട അയൽ രാജ്യമാണ് ഇന്ത്യയുടെ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയോട് വളരെ അടുത്ത് നിന്നിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, അഫ്ഗാൻ ഭരണകൂടവുമൊക്കെ. പിന്നീട് താലിബാൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താലിബാൻ സംവിധാനത്തിൻ്റെ ഭാഗമായി, നമ്മളെപ്പോഴും തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്ന, അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഒരു ഉദാഹരണമായി പറയുന്ന ഒരു പേര് തന്നെയാണ് താലിബാൻ എന്നുള്ളത്. ഇവിടെയുള്ള ചിലർക്ക് വിസ്മയമാണ്. അതെ, താലിബാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകരാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ ഭീകരവാദ സംവിധാനങ്ങളുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ അത് അഫ്ഗാനെ വിഴുങ്ങുകയായിരുന്നു. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അഫ്ഗാൻ എന്ന് പറയുന്ന ജനതയെ ഒരു വലിയ തീവ്രവാദത്തിൻ്റെ കെണിയിലേക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയത് ഈ പാകിസ്ഥാനും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടാണ്. അമേരിക്കയ്ക്ക് അതിൽ പങ്കില്ലേ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് അമേരിക്കയുടെ ഒരു കൈയില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അമേരിക്കയുടെ ഒരു ഇന്ത്യക്കെതിരായിട്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മളിപ്പോൾ പറയുന്നതാണ് ഡീപ് സ്റ്റേറ്റ് എന്നുള്ളത്. പക്ഷെ അതേസമയം തന്നെ അമേരിക്കൻ ഭരണകൂടം അവരുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്ന, അയൽ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന, മറ്റ് രാജ്യങ്ങളിൽ നടത്തിയിരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഏതൊരു രാജ്യത്തെയും അവരുടെ ആഭ്യന്തര കുഴപ്പത്തിലൂടെ പ്രശ്നത്തിലാക്കി അമേരിക്കയുടെ വ്യാപാരമോ അമേരിക്കയുടെ താല്പര്യമോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ആ രാജ്യത്തെ മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും അവർക്ക് ആയുധബലവും സാമ്പത്തിക ബലവും ഒക്കെ നൽകി അവരെ കൂടെ നിർത്തി അവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള മെൻറ്റർ ആയി നിലനിൽക്കുന്ന രാജ്യമായിരുന്നു അമേരിക്ക. പക്ഷേ അടുത്ത കാലത്ത് അങ്ങനെയുള്ള പല സംവിധാനങ്ങളും അമേരിക്കയുടെ കൺട്രോളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ എന്തും നടക്കും, അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും എന്തും ചെയ്യാം, ഏത് തരത്തിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാം. അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് പല രാജ്യങ്ങളെയും കൊണ്ടുവരാനുള്ള ശ്രമം അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ചൈനയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പല അയൽ രാജ്യങ്ങളെയും, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, അവർക്ക് കൺട്രോളിലാക്കാൻ കഴിയുന്ന രാജ്യങ്ങളോട് ഭീഷണിയുടെ സ്വരമുയർത്തി, അല്ലെങ്കിൽ തങ്ങൾ ആ രാജ്യത്തെ എല്ലാ തരത്തിലും അവരെ സമ്മർദ്ദത്തിലാക്കും, അവരുടെ വ്യാപാരത്തിൽ ഇടപെടും, അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടും. ഈ തരത്തിൽ ചൈനയും ഒരു ഘട്ടത്തിൽ പല രാജ്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ പിന്നിൽ നിർത്തിക്കൊണ്ട്, അഫ്ഗാനിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ തീവ്രവാദത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ താലിബാൻ ഒരു വലിയ ഭീകരവാദ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ പോലും, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പോലും, പാകിസ്ഥാനിലാണ് ഇവരുടെയൊക്കെ പലരുടെയും ഈ തീവ്രവാദി നേതാക്കന്മാരുടെ, ഭീകരവാദ സംഘടനകളുടെ, സംവിധാനങ്ങളുടെയൊക്കെ ഒരു താവളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല പ്രവിശ്യകളും പല പ്രദേശങ്ങളും പാകിസ്ഥാൻ്റെ അറിവോടും പാകിസ്ഥാൻ്റെ സഹായത്തോടും കൂടി, ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് താലിബാൻ പിന്നീട് മാറുന്നത്. ശരിക്കും പാകിസ്ഥാൻ്റെ പല പ്രവിശ്യകളിലും താലിബാൻ ഭരണ സംവിധാനത്തിന്, അല്ലെങ്കിൽ താലിബാനിസത്തിന് ഒരു വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ, പാകിസ്ഥാനിലെ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ ഈ താലിബാൻ ആശയത്തോട്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയഗതികളോട് യോജിച്ചുകൊണ്ട് തീവ്രവാദ ക്യാമ്പുകളിലേക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ മാറിയിരുന്നു. അതൊരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ
അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ തങ്ങളുടെ കൺട്രോളിലാണ് ഈ അഫ്ഗാനിസ്ഥാനും അവരുടെ താലിബാൻ സംവിധാനവും. അപ്പോൾ തങ്ങൾക്ക് അവരെ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള തീവ്രവാദികൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പല കുഴപ്പങ്ങളും അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ പല തീവ്രവാദ ആക്രമണങ്ങളുടെയും തീവ്രവാദ ക്യാമ്പുകളുടെയും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെയൊക്കെ പലപ്പോഴും അതിൻ്റെ കണ്ണുകൾ ഈ തരത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ താലിബാൻ ഭരണ സംവിധാനത്തിലേക്കോ അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്ന സമയത്ത് പോലും അതിന് കാരണമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഈ തരത്തിലുള്ള തീവ്രവാദ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അടിതെറ്റിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാൻ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ അവർക്കുള്ള സ്വാധീനത്തെ അഫ്ഗാൻ അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അവിടുത്തെ തീവ്രവാദ സംവിധാനങ്ങളെ എങ്ങനെയാണോ തങ്ങളുടെ അധീനതയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പാകിസ്ഥാൻ്റെ ഒരു സഹായത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന നിലനിന്നിരുന്ന തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ ഞങ്ങളുടെ കീഴിലേക്ക് വരണം എന്നുള്ള ധാരണയിലേക്ക് മാറുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ 2 ആഴ്ച കാലമായി പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും നടക്കുന്ന നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ. അഫ്ഗാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈന്യം, താലിബാൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ, പാകിസ്ഥാൻ്റെ സൈന്യം തിരിഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടാകും, പ്രദേശങ്ങൾ വിട്ടിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ സഹോദരങ്ങളെ മതം ചോദിച്ച് തുണിപൊക്കി നോക്കിയിട്ടാണ് കൊന്നത്. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദികളെയൊക്കെ ഇത്തരത്തിൽ തുണി അയച്ചിട്ട്, അതായത് അവരുടെ പാൻറ്റുകൾ ഉയർത്തി കാണിക്കുകയാണ്. ഇവർ കൊന്നു കളഞ്ഞിട്ട്, താലിബാൻ്റെ ആളുകൾ കൊന്നു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ തിരിച്ച് ചെന്ന് കൊന്നു കളഞ്ഞിട്ട് ഇതൊക്കെ ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മുടെ സഹോദരങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ ചെയ്തത് എന്താണോ അതിന് ഒരു എന്താ പറയുക, കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുക, അധികം വൈകാണ്ട് ഇപ്പം മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പാകിസ്ഥാൻ വാളെടുത്തവൻ വാളാൽ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അഫ്ഗാനും അങ്ങനെ തന്നെയായിരുന്നു. അഫ്ഗാൻ ഈ തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുകയും അവർ ആ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറിയത്. പിന്നീട് താലിബാൻ ഭരണകൂടം വന്നു. താലിബാൻ ഭരണകൂടം വന്നപ്പോൾ നമ്മുടെ ഒരു പൊതുധാരണ അത് വലിയ തീവ്രവാദ സംവിധാനമായതുകൊണ്ടും ഭരണ സംവിധാനമായതുകൊണ്ടും മറ്റു രാജ്യങ്ങൾക്ക് യാതൊരു സ്വാധീനവും ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അത് പക്ഷേ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ അതിനെ കണ്ടത് മറ്റൊരു തരത്തിലാണ്. താലിബാനാണെങ്കിലും മറ്റേതൊരു ഭരണ സംവിധാനമാണെങ്കിലും ഒരു ജനാധിപത്യപരമായ അതല്ലെങ്കിൽ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വന്നാൽ, ഒരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടാൽ ആ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള വിദേശ നയം. പൊതുവായിട്ടുള്ള നമ്മുടെ മറ്റു രാജ്യങ്ങളോടുള്ള നയത്തിൻ്റെ ഭാഗം അതാണ്. അത് ആ രാജ്യത്ത് തീവ്രവാദത്തിൻ്റെ ഭാഗമാണോ, ആ രാജ്യത്ത് അത് വിഘടനവാദത്തിൻ്റെ ഭാഗമാണോ, അത് മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാണോ, അതല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായതിൻ്റെ ഭാഗമാണോ, അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ രാജ്യത്തെ സംബന്ധിക്കുന്ന ആഭ്യന്തര കാര്യമാണ്. നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ആ രാജ്യത്തൊരു ഭരണകൂടം ഉണ്ടായാൽ ആ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അത് തന്നെയാണ് ഇപ്പോഴും നമ്മളെടുത്തിട്ടുള്ള നിലപാട്. ഈ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ആ വിദേശ നയത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പുലർത്തുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അങ്ങ് ചോദിച്ച നേരത്തെ ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ആണ്, ആ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുകയാണിപ്പോൾ. കാരണം ഭരണകൂടം ഏതാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ അവർ മാറുകയാണ്. അവർ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് എന്താണോ പാകിസ്ഥാൻ വിതച്ചത് അതൊന്ന് പാകിസ്ഥാൻ കൊയ്യാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന്, അഫ്ഗാൻ മേഖലയിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകേണ്ട, പലായനം ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. മറ്റൊന്ന് അവരുടെ സൈന്യത്തിന്, അഫ്ഗാൻ്റെ സൈന്യമോ അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൻ്റെ സൈന്യമോ അവർ നടത്തുന്ന അക്രമത്തെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു വലിയ ആഭ്യന്തര പ്രശ്നം പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആ മേഖല മാത്രമല്ല, പാകിസ്ഥാനകത്തേക്ക് കടന്ന് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭരണസിരാ കേന്ദ്രങ്ങളിലടക്കം താലിബാന് കിട്ടിയിരുന്ന സ്വാധീനം അവരിന്നത് തിരിച്ചുപയോഗിക്കുകയാണ്. പാകിസ്ഥാനെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ. അത് എത്രത്തോളം കഴിയും എത്രത്തോളം കഴിയില്ല അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ
ഒരു രാജ്യത്തിനകത്ത് അസ്വസ്ഥതയുണ്ടാക്കാൻ എങ്ങനെയാണോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും ഉപയോഗിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട്, അത് തിരിച്ചുന്നവർ അതിൻ്റെ ഫലം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് നമുക്കൊരു ജനാധിപത്യപരമായി അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ മാറ്റത്തോടു കൂടി ഉണ്ടാകുന്ന അഫ്ഗാനിസ്ഥാനിലെ മാറ്റത്തെ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ ഭരണ സംവിധാനം അങ്ങനെ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയവും ഒരു സാമൂഹിക അന്തരീക്ഷവും അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് പാകിസ്ഥാൻ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട തന്നെ സാഹചര്യം നിലവിലില്ല. കാരണം പാകിസ്ഥാൻ അത് അനുഭവിച്ചേ മതിയാകൂ. കാരണം അത്രത്തോളം ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നവർ അതിൽ നിന്ന് മാറുന്നു. ആ മാറ്റം ശുഭകരമായിട്ടേ കാണേണ്ടതുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.